18ാം പടി ചവിട്ടി ശബരിമല ധർമ്മശാസ്താവിനെ ദർശിച്ച് രാഷ്ട്രപതി. രാവിലെ 11 മണിയോടെ പ്രത്യേക വാഹനവ്യൂഹത്തിൽ പമ്പയിലെത്തിയ രാഷ്ട്രപതി ഗണപതി ക്ഷേത്രത്തിലെത്തിയാണ് കെട്ട് നിറച്ചത്. മന്ത്രി VN വാസവനും രാഷ്ട്രപതിക്കൊപ്പം ദർശനം നടത്തിയിരുന്നു. ഭക്തി നിർഭരമായിരുന്നു രാഷ്ട്രത്തിന്റെ പ്രഥമ വനിതയുടെ ശബരിമല ദർശനം. പമ്പയിൽ നിന്നും പ്രത്യേക വാഹനത്തിൽ രാവിലെ 11:45 ശബരിമലയിലെത്തിയ രാഷ്ട്രപതി 18 പടി കയറി സന്നിധാനത്തെത്തി. രാഷ്ട്രപതിക്കൊപ്പം മരുമകൻ ഗണേഷ് ചന്ദ്ര ഹേംബ്രാം, ADC സൗരഭ് എസ് നായർ, PSO വിനയ് മാത്തൂർ എന്നിവരും 18ാം പടി ചവിട്ടി. അമ്പലത്തിന് പ്രശ്നങ്ങൾ വരുന്നു. സന്നിധാനത്ത് രാഷ്ട്രപതിയെ ദേവസ്വം വകുപ്പ് മന്ത്രി VN വാസവന്റെ നേതൃത്വത്തിൽ പൂർണ്ണ കുംഭം നൽകി സ്വീകരിച്ചു. റവന്യൂ ദേവസ്വം സെക്രട്ടറി MG രാജമാണിക്യം, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് PS പ്രശാന്ത്, ശബരിമല തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനര്, ശബരിമല മേൽശാന്തി S അരുൺകുമാർ നമ്പൂതിരി എന്നിവരും സ്വീകരിക്കാനുണ്ടായിരുന്നു. അയ്യപ്പനെയും ഉപദേവതകളെയും തൊഴുത രാഷ്ട്രപതി മാളികപ്പുറവും വാവരുസ്വാമി നടയും സന്ദർശിച്ചു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഉപഹാരം മന്ത്രി VN വാസവൻ രാഷ്ട്രപതിക്ക് സമ്മാനിച്ചു. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത്, അംഗങ്ങളായ A അജിത് കുമാർ, PD സന്തോഷ് കുമാർ എന്നിവർ സന്നിഹിതരായിരുന്നു. ഉച്ചയ്ക്ക് 12:15 പ്രത്യേക വാഹനത്തിൽ രാഷ്ട്രപതി പമ്പയിലേക്ക് മടങ്ങി. നേരത്തെ ശബരിമലയിൽ അയ്യപ്പ ദർശനം നടത്താൻ പമ്പയിൽ നിന്ന് ഇരുമുടിക്കെട്ട് നിറച്ചാണ് രാഷ്ട്രപതി സന്നിധാനത്തേക്ക് പുറപ്പെട്ടത്. രാവിലെ 11 മണിയോടെ പ്രത്യേക വാഹനവ്യൂഹത്തിൽ പമ്പയിലെത്തിയ രാഷ്ട്രപതി പമ്പാ നദിയിൽ കാൽ കഴുകിയതിനു ശേഷം ഗണപതി ക്ഷേത്രത്തിലെത്തി. ക്ഷേത്ര മേൽശാന്തി വിഷ്ണു നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ രാഷ്ട്രപതിക്കും സംഘത്തിനും കെട്ട് നിറച്ചു നൽകി. രാഷ്ട്രപതിക്ക് പുറമെ ADC സൗരഭ് എസ് നായർ, PSO വിനയ് മാത്തൂർ,
രാഷ്ട്രപതിയുടെ മരുമകൻ ഗണേഷ് ചന്ദ്ര ഹേംബ്രാം എന്നിവരും പമ്പയിൽ നിന്ന് കെട്ടുനിറച്ചു. തുടർന്ന് പ്രത്യേക വാഹന വ്യൂഹത്തിലാണ് സന്നിധാനത്തേക്ക് തിരിച്ചത്. രാവിലെ 8:40 പ്രമാടം രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയം ഗ്രൗണ്ടിൽ ഹെലികോപ്റ്ററിലെത്തിയ രാഷ്ട്രപതിയെ ദേവസ്വം വകുപ്പ് മന്ത്രി VN വാസവന്റെ നേതൃത്വത്തിൽ സ്വീകരിച്ചു. ആന്റോ ആന്റണി MP, KU ജനീഷ് കുമാർ MLA, പ്രമോദ് നാരായൺ MLA, ജില്ലാ കളക്ടർ S പ്രേംകൃഷ്ണൻ, ജില്ലാ പോലീസ് മേധാവി R ആനന്ദ് എന്നിവരും സ്വീകരിക്കാനുണ്ടായിരുന്നു.